കൈസർ രാജാവ്, റോമിൻ്റെ രാജാവ് തന്നെ കൈസർ ഉമർ തങ്ങളോട് ആവശ്യപ്പെടുന്ന വിഷയം, എനിക്ക് ഒരു തലവേദനയുണ്ട്, എന്തു മരുന്ന് കഴിച്ചാലും ആ തലവേദന മാറുന്നില്ല. ഫബ്അത്ത് ലീ ദവാൻ, അതുകൊണ്ട് എന്തെങ്കിലും മരുന്ന് എനിക്ക് അയച്ചു തരണം. ഉമർ ഫാറൂഖിനെ കത്തെഴുതിയിട്ട് കൈസർ രാജാവ് ആവശ്യപ്പെടുകയാണ്, എന്തെങ്കിലും ഒരു മരുന്ന്, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അതെനിക്ക് അയക്കണം. ഡോക്ടർമാർ മുഴുവനും പരിശോധിച്ചു, അവർക്കൊന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന കത്ത് വന്നപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൈസറിന് ഒരു തൊപ്പി അയച്ചു കൊടുത്തു. ഒരു തൊപ്പിയാണ് അതിന് അയച്ചു കൊടുത്തത്. ആ തൊപ്പി കൈസർ തലയിൽ വെച്ച് കഴിഞ്ഞാൽ തലവേദന അടങ്ങും, തലയുടെ പ്രയാസം നീങ്ങും. ആ തൊപ്പി അങ്ങ് ഉയർത്തിയാലോ വീണ്ടും തലവേദന തിരിച്ചു വരും. എല്ലാവർക്കും അത്ഭുതമായൊരു അത്ഭുതത്തിൻ്റെ തൊപ്പി. അണിഞ്ഞാൽ തലയിൽ വെച്ച് കഴിഞ്ഞാൽ തലവേദന മാറുന്ന, അത് ഊരിക്കഴിഞ്ഞാൽ തലവേദന തിരിച്ചു വരുന്ന വിധമുള്ള ഈ തൊപ്പി അവരൊന്ന് പരിശോധിച്ചു. അപ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, കാഹിദുൻ മക്തൂബുൻ ഫീ, ആ തൊപ്പിയിൽ ഒരു കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ തൊപ്പി പരിശോധിക്കുമ്പോൾ കിട്ടിയൊരു കടലാസാണ്. ആ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയായിരുന്നു, ബിസ്മി മാത്രം. അത്ര പരിപാവനമാണ്, പരിശുദ്ധമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ബിസ്മി എന്ന് പറയുന്ന പരിശുദ്ധ വചനം എഴുതപ്പെട്ടിരിക്കുന്ന കടലാസ് ഭൂമിയിൽ കിടക്കുന്നത് കണ്ടു, അങ്ങനെ അതിന് അവിടെ നിന്ന് ബഹുമാനത്തോടെ എടുത്തു, അള്ളാഹുവിൻ്റെ നാമമല്ലേ, പടച്ചവൻ്റെ പരിശുദ്ധമായ പേരുകളല്ലേ എന്ന് വിചാരിച്ച് ബഹുമാനത്തോടെ എടുത്ത് അതിനെ മാറ്റിവെച്ചാൽ അല്ലാഹു അവനെ കുതിബ ഇൻദല്ലാഹി മിനസ് സിദ്ദീഖീൻ, അവനെ സിദ്ദീഖീങ്ങളോട് കൂടെ പടച്ചവൻ അവനെ രേഖപ്പെടുത്തുമെന്ന്, അവൻ്റെ പേര് എഴുതി വെക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, വഖുഫിഫ അൻ വാലിദൈ വഇൻ കാനാ മുശ്രികൈൻ. അല്ലാഹു ഇവനെ സിദ്ദീഖീങ്ങളോട് കൂടെ നാളെ ഒരുമിച്ച് കൂട്ടുമെന്ന് മാത്രമല്ല, ഇവൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല അദാബിൽ ഇളവ് കൊടുക്കും. മാതാപിതാക്കൾക്ക് ഈ മകൻ കാരണത്താൽ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല അദാബിൽ ഇളവ് കൊടുക്കും. വഇൻ കാനാ മുശ്രികൈൻ, മാതാപിതാക്കൾ മുശ്രിക്കീങ്ങളാണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും, ഉമ്മയും ഉപ്പയും മുസ്ലിം അല്ലെങ്കിൽ പോലും ബിസ്മിയെ ആദരിച്ചിരിക്കുന്ന മകൻ്റെ ബാപ്പയും ഉമ്മയുമായ കാരണത്താൽ, അച്ഛനും അമ്മയുമായ കാരണത്താൽ അല്ലാഹു അദാബിൽ ലഘൂകരണം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് കാണാം. അബൂ ഹുറൈറ തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ഹുറൈറ, ഇദാ തവല്ലഅത, നീ വുളു ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞോ, അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ബിസ്മി വുളു ആരംഭിച്ചോ. എന്തേ? ഫഇന്ന ഹഫളതക ലാ തബ്റഹു അൻ തക്തുബ ലകൽ ഹസനാതി ഹത്താ തഫ്റഗ. ബിസ്മി പറഞ്ഞുകൊണ്ട് നീ വുളു ആരംഭിച്ചാൽ അതിൽ നിന്ന് വിരമിക്കും വരെ നിനക്ക് മലായികത്തുൽ കിറാം, രേഖപ്പെടുത്തുന്ന മലായികത്തുൽ കിറാം നിനക്ക് നന്മകൾ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറി ചെന്നു, എന്നാൽ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും വരെ നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാക്കമാർ ഹസനാത്തുകൾ എഴുതി വെക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ആരെങ്കിലും വുളു ചെയ്യുമ്പോൾ അവൻ ബിസ്മി ചൊല്ലിയില്ല, വുളു ചെയ്യാണ്, ബിസ്മി ചൊല്ലൽ എന്താണ്? ബിസ്മി ചൊല്ലൽ എന്താണ്? നിർബന്ധമുണ്ടോ? സുന്നത്താണ് അല്ലേ? നിർബന്ധമില്ല, സുന്നത്താണ്. ഒരാൾ ബിസ്മി ചൊല്ലിയില്ല, എന്നാലും ആ വുളു കൊണ്ട് അവൻ്റെ അവയവങ്ങൾ ശുദ്ധിയാകും, അവൻ്റെ അവയവങ്ങൾക്ക് അല്ലാഹു തആല ശുദ്ധീകരണം കൊടുക്കും. എന്നാൽ ആരെങ്കിലും വുളു ചെയ്യുമ്പോൾ ബിസ്മി കൂടി ചൊല്ലിയാൽ അത് അവൻ്റെ ശരീരം മുഴുവനും വൃത്തിയാക്കുമെന്ന്, കഴുകപ്പെടുന്ന അവയവങ്ങൾ മാത്രമല്ല, തടവപ്പെടുന്ന അവയവങ്ങൾ മാത്രമല്ല, അവൻ്റെ ശരീരത്തിന് മുഴുവനും ത്വഹൂറാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഇങ്ങനെ ബിസ്മി ചൊല്ലുമ്പോഴേക്ക് തന്നെ വുളു ചെയ്യുമ്പോൾ അത് ശരീരം മുഴുവൻ വൃത്തിയാക്കുമെങ്കിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആരെങ്കിലും ബിസ്മി ചൊല്ലിയാൽ അത് അവൻ്റെ ശരീരത്തിന് മാത്രമല്ല അവൻ്റെ ഖൽബിനെ പോലും ശുദ്ധീകരിക്കുമെന്ന്
ഖൽബിൽ ഒരിക്കലും കുഫ്ർ വരാതെ, ബിദ്അത്തി ചിന്താഗതികൾ വരാതെ ഖൽബിനെ പോലും ശുദ്ധീകരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ബിസ്മി ചൊല്ലുന്നു, വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നു. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായാൽ ശരീരം മുഴുവനുമല്ല, അവൻ്റെ ഖൽബിനെ പോലും അവൻ എടുക്കുന്ന വുളു ശുദ്ധീകരിക്കും. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതു കാര്യങ്ങളുടെയും തുടക്കം പ്രിയപ്പെട്ടവരെ ബിസ്മി കൊണ്ടാവണം. ദുആ ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ടാരംഭിക്കുക നല്ലതാണ്, ഏറ്റവും പ്രധാനമാണ്. എന്നാൽ ആ ദുആ തള്ളപ്പെടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അങ്ങ് പരിശോധിച്ചാൽ മുസ്ലിമിൻ്റെ ജീവിതം ഏതു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും അവൻ തുടക്കം കുറിക്കുമ്പോൾ അവൻ ചൊല്ലേണ്ടത്, അവൻ പറയേണ്ടത് അല്ലാഹുവിൻ്റെ നാമമാണ്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിൽ കയറി ചെല്ലുക. ഇന്നലെ പറഞ്ഞല്ലോ, ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ, വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ പിശാച് പുറത്തു നിൽക്കും, അവനകത്ത് പ്രവേശനം കിട്ടില്ല. എനിക്ക് ഇന്ന് താമസം ഇവിടെ ഇല്ല എന്നവൻ ഉറപ്പിക്കും. എന്നാൽ പിന്നെ അവൻ നോക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ബിസ്മി ചൊല്ലുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നില്ലെങ്കിൽ അവൻ്റെ കൂടെ പിശാച് ഭക്ഷണം കഴിക്കും. ബിസ്മി ചൊല്ലിയാൽ അവൻ പറയുമത്രേ, ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് ഭക്ഷണമില്ല, ഇന്ന് താമസമില്ല, രണ്ടും ഇവിടെ ഇല്ല എന്ന് പറയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ വലജ റജുലു ഫീ ബൈതിഹി, ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്ന് ചൊല്ലിക്കൊണ്ട് വീട്ടിൽ കയറുക. അതിൽ പ്രത്യേക ബറക്കത്തും അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി. ഇന്ന് ഇത്തരം ദിക്റുകളും നമ്മളില്ലല്ലോ. പിന്നെ എങ്ങനെ വീട്ടിൽ സമാധാനം ഉണ്ടാവുക? പിന്നെ എങ്ങനെ സമാധാനത്തോടു കൂടെ വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യം അല്ലാഹു ഉണ്ടാക്കുക? നമ്മുടെ മക്കളൊക്കെ നന്നാകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാവുക? എവിടെയും ദിക്റുകളില്ല, അല്ലാഹുവിനെ ഓർമ്മയില്ല. ഈ ദിക്റുകളൊക്കെ റബ്ബിനെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി. അല്ലാഹുവേ, നല്ല പ്രവേശന സ്ഥലം, നല്ല പുറപ്പെട്ടു പോകുന്ന സ്ഥലം നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഞാൻ എവിടെ കയറി വരികയാണെങ്കിലും എവിടെ ഇറങ്ങിപ്പോവുകയാണെങ്കിലും അവിടെയൊക്കെ ഖൈറായ സ്ഥലമായിരിക്കണമെന്ന് നിന്നോട് ചോദിക്കുന്നു. ബിസ്മില്ലാഹി വലജ്നാ, അല്ലാഹുവേ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. വ ബിസ്മില്ലാഹി ഖറജ്നാ, അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പുറത്തു പോവുകയും ചെയ്തിരിക്കുന്നു. വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ, ഞങ്ങളുടെ റബ്ബാകുന്ന അല്ലാഹുവിൻ്റെ പേര് ഞങ്ങൾ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ചൊല്ലുക. അത് ചൊല്ലിയതിന് ശേഷം വീട്ടുകാരോട് സലാം പറഞ്ഞ് വീട്ടിൽ പ്രവേശിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴോ അപ്പോഴും ഇടത്തെ കാലം മുന്നോട്ട് വെച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതാ ഇറങ്ങുകയാണ്, എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്, അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേൽ ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു, റബ്ബിൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്തുറപ്പുണ്ട്? നോമ്പ് മുറിക്കാൻ വേണ്ടിയുള്ള സാധനം വാങ്ങാൻ അങ്ങാടി പോവാണ്. പോയിട്ട് തിരിച്ചു വരാൻ കഴിയുമെന്ന്, തിരിച്ചു വരാൻ ആരോഗ്യത്തോടെ കഴിയുമെന്ന് എന്താ ഉറപ്പ്? അല്ലേ? ഇന്നലെ നമ്മൾ വായിച്ചല്ല, ഇന്നലെ രാത്രിയാണ് ഒരു യൂട്യൂബറുടെ ഇൻഫ്ലുവൻസറുടെ മരണം നമ്മൾ കേട്ടത്. മീഡിയകളിൽ എത്ര 44,000 ഫോളോവേഴ്സ് ഉണ്ടത്രേ, ഫ്രണ്ട്സ് ഉണ്ടത്രേ. യുവാവായിരിക്കുന്ന സഹോദരൻ ആരും അറിയാതെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഒരു മണ്ണിൻ്റെ കൂനയിൽ കയറി തലയടിച്ച് വീണ് പിന്നീട് ബസ്സുകാരാണ് കാണുന്നത്. ബസ്സുകാരെത്തിച്ചു നോക്കുമ്പോഴേക്കാണ് മരിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇതല്ലേ ആ സഹോദരൻ ഇറങ്ങുമ്പോൾ കരുതിയിട്ടുണ്ടോ, ഞാൻ മരിക്കാൻ വേണ്ടി പോവാണ്? എന്തൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്, എന്തെല്ലാം പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്നവരാണ്. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് അല്ലാഹുവിനെ ഏൽപ്പിക്കണം. തവക്കൽതു അലല്ലാഹ്. എനിക്കെതിരെ റോങ്ങായി ഓടിച്ചു വരുന്നൊരു വാഹനം വരരുത് എന്ന് അള്ളാന്റെ തീരുമാനം ഉണ്ടാവണം. അതിന് പടച്ചോനെ ഏൽപ്പിക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ തവക്കുൽ ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലിയാൽ യുഖാലു ഹീനഇദിൻ, ആ സമയത്ത് അവനോട് പറയപ്പെടും ഹുദീത വകുഫീത വവഖീത. ഹുദീത, ഇനി നേരെ മാർഗത്തിലേക്ക് ഓടി പഴക്കൂല. വകുഫീത, നിങ്ങൾക്ക് മതിയാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഇനി ഒരാളെ ഗൈഡൻസും സഹായവും വേണ്ട. വവഖീത, നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സംരക്ഷണമുണ്ട് എന്നവനോട് പറയപ്പെടും. ആ സമയത്ത് വീട്ടിൽ നിന്നിറങ്ങി അവനെ പിഴപ്പിക്കാൻ പിശാചു മെല്ലെ വരുമത്രേ. ഫയഖൂലു ലഹു ശൈത്താനുൻ ആഖർ, ആ സമയത്ത് ഈ പിശാചിനോട് വേറെ ശൈത്താൻ പറയുമത്രേ കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വബഖിയ. എന്തിനാ ഓൻ്റെ ബേക്കിൽ വെറുതെ നടക്കുന്നത്? ഓനെ നേർമാർഗത്തിലാണ്, അവർക്ക് പൂർണ്ണ സംരക്ഷണം എല്ലാ നിലക്കും അള്ള കൊടുത്തിട്ടുണ്ട്. ഇനി ഓൻ്റെ ബേക്കിൽ നടന്നൊരു കാര്യമില്ല എന്ന് മറ്റൊരു ശൈത്താൻ ഇവൻ്റെ ബേക്കിൽ വരുന്ന ശൈത്താനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആകെ ചെയ്ത പണി എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ ഏൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നമ്മളൊക്കെ യാത്ര പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ മക്കൾ യാത്ര പോകുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് 4-5 വയസ്സാകുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടെ സൈക്കിൾ എടുത്തു കൊടുക്കും. അല്ലേ? റോട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ, സൈക്കിൾ ഓടിച്ചു പോകാൻ നിയമമുണ്ട്. റോങ് ആയിട്ട് ഓടിയാൽ, എതിരെ വരുന്ന വാഹനം വന്ന് ഇടിച്ചാൽ അവരുടെ സൈഡിൽ തന്നെ പോവുമായിരിക്കും. പക്ഷേ റോങ്ങായി ഓടിച്ച് നമ്മുടെ മോൻ്റെ സൈക്കിൾ ഇടിച്ചാൽ നമ്മുടെ മോനാണ് പ്രയാസം വരിക. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. ആ മക്കളോട് പറയണം, മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലിയിട്ട് പോയിക്കോ മോനെ. നമ്മൾ പറയണം. അവർക്ക് ഓരോ നന്മയും നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. നമ്മുടെ മക്കൾ ഏറ്റവും സംരക്ഷിക്കപ്പെടണമെന്ന് മറ്റാരെക്കാളും ആശിക്കുന്നവർ നമ്മളല്ലേ. അപ്പോൾ നമ്മളല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മയൊക്കെ എല്ലാ നിലക്കുള്ള അപകടങ്ങളിൽ നിന്നും കാത്ത് സലാമത്താക്കുമാറാകട്ടെ.